ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോ ആണെന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഇതുവരെയായിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി നോക്കാം. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെയ്ഡ് ഗ്രാനി. ഞാൻ ഒരിക്കലും മോട്ടോർ റോഡ്സിനെ വിശ്വസിച്ചിരുന്നില്ല, ഗ്രാനി പറഞ്ഞു. The driver kept backing until they were well away from the landslide. The driver kept backing until they were well away from the landslide. ലാൻഡ്സ്ലൈഡിൽ നിന്ന് വളരെയധികം ദൂരെ എത്തുന്നത് വരെ ഡ്രൈവർ റിവേഴ്സ് എടുത്തുകൊണ്ടേയിരുന്നു, ബാക്കോട്ടേക്ക് എടുത്തുകൊണ്ടേയിരുന്നു. Then everyone tumbled ഔട്ട് ഓഫ് ദ ബസ്. പിന്നീട് എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി. ടംബ്ലഡ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ. They could tell it would take days to clear the road. അവർക്ക് കണ്ടാൽ തന്നെ പറയാമായിരുന്നു ആ റോഡ് ക്ലിയർ ആവാൻ വേണ്ടി, റോഡിലൂടെ ഇനി വണ്ടി ഓടുന്ന രീതിയിലാവാൻ വേണ്ടി ഒരുപാട് ദിവസം എടുക്കുമെന്ന് കണ്ടാൽ തന്നെ പറയാൻ കഴിയുമായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. ഈ ബസ്സിൽ കയറിങ്ങാണ്ട് തന്നെ നെയിനിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സും തീരുമാനിച്ചു. ബട്ട് എ ഫ്യൂ ബോൾഡ് spirits agreed to walk to Missouri, taking a shortcut up the mountain which would bypass the landslide. പക്ഷേ കുറച്ച് കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ തീരുമാനിച്ചു? അഗ്രീഡ് ടു വാക്ക് ടു മുസോറിയിലേക്ക് നടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപ്പാസ് ദ ലാൻഡ് സ്ലൈഡ്. മൗണ്ടെയിനിലൂടെയുള്ള ഒരു ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് ആ ഷോർട്ട് കട്ട് ലാൻഡ് സ്ലൈഡിനെ ബൈപ്പാസ് ചെയ്യും. ലാൻഡ് സ്ലൈഡിൻ്റെ അപ്പുറത്തേക്ക് എത്തുന്ന രീതിയിൽ, മുറിച്ച് കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്ന രീതിയിലുള്ള മൗണ്ടെയിനിലൂടെയുള്ള ഒരു ഷോർട്ട് കട്ട് എടുത്ത് മുസോറിയിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ, ബോൾഡ് സ്പിരിറ്റ്സ്, തീരുമാനിച്ചു. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. മണി ഗ്രാനിയെ ഒന്ന് നോക്കി. ഷാൽ വി ഗോ ബാക്ക്? നമുക്ക് തിരിച്ചു പോകാം. ഇറ്റ്സ് ഓൺലി 10 miles. ആകെ 10 മൈലേ ഉള്ളൂ. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. നമ്മളത് ഇന്നലെ ചെയ്തതല്ലേ, നമ്മൾ ഇന്നലെ 10 മൈൽ നടന്നതല്ലേ. ഇന്നലെ ഗ്രാനിയും മണിയും വീട്ടിൽ നിന്ന് നെയിൻ വരെ ഏകദേശം 10 മൈലോളമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ 10 മൈൽ നമുക്ക് വലിയ പ്രശ്നമല്ല, നമുക്ക് നടക്കാം എന്ന രീതിയിൽ ഗ്രാനി പറഞ്ഞു. So they started climbing a narrow path, and by the time they got the top of the mountain, Granny and Money were on their own. So they started climbing a narrow path. അതുകൊണ്ട് ഒരു ചെറിയ വഴിയിലൂടെ നടന്നു തുടങ്ങി. climbing a narrow path. And by the time they got to the top of the mountain, Granny and Money were on their own. അവർ മൗണ്ടെയിൻ്റെ ഏറ്റവും മുകളിൽ എത്തിയ സമയത്ത് ഗ്രാനിയും മണിയും ഒറ്റയ്ക്കായിരുന്നു. ദേ വേർ ഓൺ ദെയർ ഓൺ. അവർ രണ്ടുപേരും അവിടെ ഒറ്റയ്ക്കായിരുന്നു. രണ്ടുപേരും മാത്രമേ മലയുടെ മുകളിലുള്ളായിരുന്നു. ദെയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. നോർത്തിൽ, വടക്ക് ഭാഗത്ത് അവരുടെ വില്ലേജ് ദൂരെ ആയതുകൊണ്ട് മറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ. വളരെ താഴത്തായിട്ട് പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ഫാർ എബോവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. വളരെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ഈഗിൾ, ഒരു സ്വർണ്ണ നിറമുള്ള പരുന്ത് വട്ടമിടുന്നുണ്ടായിരുന്നു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ്? ആസ്ക്ഡ് മണി. നിങ്ങൾ എന്തെങ്കിലും ഫുഡ് അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് മണി ചോദിച്ചു. നാച്ചുറലി സെയ്ഡ് ഗ്രാനി. സ്വാഭാവികമായിട്ടും എന്ന് പറഞ്ഞു. ഐ ന്യൂ യു വുഡ് ബി സൂൺ ഹംഗ്രി. നിനക്ക് പെട്ടെന്ന് വിശക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. എന്തൊക്കെയുണ്ട്? പക്കോറാസ് ഉണ്ട്, ബൺസ് ഉണ്ട്, പിന്നെ അങ്കിളിൻ്റെ ഗാർഡനിൽ നിന്ന് എടുത്തിട്ടുള്ള പീച്ചസും ഉണ്ടെന്ന് ഗ്രാനി പറഞ്ഞു. പക്കോറാസ് എന്ന് പറഞ്ഞാൽ ഉള്ളിവട ഒക്കെ പോലെയുള്ള ഒരു പലഹാരമാണ്. ഗുഡ് സെയ്ഡ് മണി ഫോർഗറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. മണി അവൻ്റെ ക്ഷീണമെല്ലാം മറന്നുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു. നല്ലത്, ഗുഡ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. നമുക്ക് നടന്നുകൊണ്ട് തന്നെ തിന്നാം, നമുക്ക് നടന്നുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം. സ്നാക്സ് പോലത്തെ ഭക്ഷണം ആയതുകൊണ്ട് നടന്നുകൊണ്ട് തന്നെ കഴിക്കാമല്ലോ അല്ലേ. വെൽ വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഗ്രാനിയോട് മണി പറയുകയാണ്, നിങ്ങൾക്ക് എപ്പോഴാണോ ക്ഷീണം വരുന്നത്, എപ്പോഴാണോ ടയേർഡ് ആവുന്നത്, അപ്പോൾ നമുക്ക് നടത്തം സ്റ്റോപ്പ് ചെയ്യാം. ഹോ ഐ ക്യാൻ വാക്ക് ഫോർ എവർ സെയ്ഡ് ഗ്രാനി ലാഫിങ്. ചിരിച്ചുകൊണ്ട് ഗ്രാനി പറഞ്ഞത്? ഐ ക്യാൻ വാക്ക് ഫോർ എവർ. എനിക്ക് നിരന്തരം നടക്കാം, എനിക്ക് നിർത്താതെ എത്ര ദൂരം വേണമെങ്കിലും നടക്കാമെന്ന് പറഞ്ഞു. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ്. പക്ഷെ മഴ പെയ്യുകയാണെങ്കിൽ നടക്കില്ല. ദിസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ഈ അംബ്രല്ല വളരെ മോശമായ രീതിയിൽ ലീക്ക് ചെയ്യുന്നുണ്ട്. ഡൗൺ അഗെയിൻ ദേ വെൻറ്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻസ്പെഡ് ഹിൽ സൈഡ്സ്.
Down again they went, and up next mountain, and over bare windswept hillsides. എന്താണ് അവർ ഇറക്കമിറങ്ങി ഓരോ മലകൾ ഇറങ്ങി. ഡൗൺ അഗൈൻ ദേ വെന്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടൻ, അടുത്ത മലകൾ കയറാൻ തുടങ്ങി. ഓവർ ബെയർ വിൻസ്പെഡ് ഹിൽ സൈഡ്സ്, എന്താണ് കാറ്റടിക്കുന്ന, വളരെയധികം ശക്തമായി കാറ്റടിക്കുന്ന ഹിൽ സൈഡിലൂടെ, കുന്നിൻ ചെരുവിലൂടെയാണ് അവരിങ്ങനെ നടക്കുന്നത്. ആൻഡ് അപ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്, പിന്നെ എന്തിലൂടെയാണ് നടക്കുന്നത്? ഈ ഒരു ഡാർക്ക് ഗ്ലൂമി എന്ന് പറഞ്ഞാലും ഡാർക്ക് എന്ന് തന്നെയാണ് അർത്ഥം. ഒരു ഇരുണ്ട ഡിയോഡർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിയോഡർ മരങ്ങളുടെ ഒരു ഫോറസ്റ്റ്. ഓക്കെ. And then, just as it was getting dark, they saw the lights of Missouri tingling ahead of them. എന്താണ് നേരം ഇരുട്ട് തുടങ്ങിയപ്പോൾ, and then just as it was getting dark ആവാൻ തുടങ്ങുന്നേ ഉള്ളൂ, ആ സമയത്ത് അവരെന്താ കാണുന്നത്? അവരുടെ മുന്നിൽ കുറച്ച് ദൂരെയായിട്ട് എന്താണ് മുസോറിയിലെ ലൈറ്റ്സ് ഓഫ് മുസോറിയിലുള്ള നഗരത്തിലെ ലൈറ്റുകൾ എന്താ ടിംഗ്ലിംഗ് അഹെഡ് ഓഫ് ദം, അവരുടെ മുന്നിൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്നതായിട്ട് അവർ കണ്ടു. As they come nearer, the lights increased until presently they were in the brightly lit bazaar. എന്താണ് അവർ മുന്നോട്ടേക്ക് അവിടെ അടുക്കുന്തോറും, മുസോറിയോട് അടുക്കുന്തോറും ലൈറ്റ്സ് കൂടാൻ തുടങ്ങി. ലൈറ്റ്സ് ഇൻക്രീസ്ഡ് അണ്ടിൽ പ്രസന്റ്ലി they were in a brightly lit bazaar. അവർ അവസാനം എവിടെയാണ് എത്തിയത്? ഒരു ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ, വളരെയധികം പ്രകാശമുള്ള ഒരു ബസാറിൽ. Jostled in the crowd, Granny kept one hand firmly on Money's shoulder so that she did not lose him. എന്താണ് ജോസ്ലെറ്റ് ഇൻ ക്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രൗഡ്, ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിലും പെടുക. ജോസ്ലെറ്റ് എന്ന് പറഞ്ഞാൽ തിക്കിലും തിരക്കിലും പെടുക, ആൾക്കൂട്ടത്തിൽ തിക്കിലും തിരക്കിലും പെട്ടു. ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫ്രീംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലൂസ് ഹിം. ഗ്രാനി എന്ത് ചെയ്തു? മണിയുടെ ഷോൾഡറിൽ ഒരു കൈ വളരെ ശക്തമായി തന്നെ പിടിച്ചു. ഫ്രീംലി തന്നെ ശക്തമായി പിടിക്കുക, വളരെ ശക്തമായി തന്നെ ഒരു കൈ എന്താണ് മണിയുടെ ഷോൾഡറിൽ വെച്ച് നടന്നു. അല്ലെങ്കിൽ മണിയെ തെക്കിലും തിരക്കിലും ആ ക്രൗഡിൽ, ആ ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മണിയെ നഷ്ടപ്പെട്ടാലോ എന്ന് കരുതി മണിയുടെ ഷോൾഡറിൽ ഒരു കൈ നല്ല മുറുകെ പിടിച്ചുകൊണ്ട് അവർ നടന്നു. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ചീപ്പസ്റ്റ് ഹോട്ടൽസ്. അവർ ചുറ്റും ചീപ്പായിട്ടുള്ള ഹോട്ടലിന് വേണ്ടി ചോദിച്ചു നടന്നു. ബട്ട് ദർ വേർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷെ അവിടെ ചീപ്പ് ഹോട്ടൽസ് ഇല്ലായിരുന്നു. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. അപ്പോൾ അവർ രാത്രി എവിടെയാണ് സ്പെൻഡ് ചെയ്തത്? സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ എ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. ഒരു ടെമ്പിളിൻ്റെ ഭാഗമായിട്ടുള്ള ധർമ്മശാലയിൽ അവരെന്താണ് രാത്രി സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ. അടുത്ത ദിവസം രാവിലെ അവർ എവിടേക്കാണ് പോയത്? ഐ ഹോസ്പിറ്റലിലേക്ക് അല്ലേ. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ ദേ ജോയിൻഡ് എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. അവരെന്താണ് ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം അവർ എന്തിൻ്റെ ഭാഗമാണ് ഇത്? എന്തിലേക്കാണ് അവർ ചേർന്നത്? എന്തിലേക്കാണ് അവർ ജോയിൻ ചെയ്തത്? എ ലോങ് ക്യൂ ഓഫ് പേഷ്യൻസ്. എന്താണ് ഒരു വലിയ ക്യൂ? ആരുടെ ക്യൂ ആയിരുന്നു? വളരെ പേഷ്യൻ്റായിട്ട് നിൽക്കുന്ന പേഷ്യൻസിൻ്റെ, വളരെ ക്ഷമയോടെ കാത്തു നിൽക്കുന്ന കുറച്ച് പേഷ്യൻസ് എന്താണ് വരിയിൽ നിൽക്കുകയാണ്. അവരുടെ ഒരു ഊഴം എത്തുമ്പോൾ, അവരുടെ ഒരു സമയമാകുമ്പോൾ പോയി ഡോക്ടറെ കാണാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ് വരിയിൽ അല്ലേ. Queue of patients. The eye specialist, a portly man in a suit and tie, dealt with the patients in a brisk but kind manner. എന്താണ് ഐ സ്പെഷ്യലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അയാളെ കാണാൻ എങ്ങനെ എന്നാണ് ആദ്യം തന്നെ പറയുന്നത്. എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ എന്നാണ് ഇവിടെ പറയുന്നത്. ഇതുവരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ്, കാണാൻ എങ്ങനെയാണെന്ന് പറയുന്നത്. എ പോർട്ട്ലി മാൻ ഇൻ എ സ്യൂട്ട് ആൻഡ് ടൈ, ഒരു സ്യൂട്ടും ടൈയും ധരിച്ചിട്ടുള്ള ഒരു തടിച്ച വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പോർട്ടിൽ എന്നതുകൊണ്ട് പറയുന്നത് തടിച്ച. ഡെൽറ്റ് വിത്ത് ദ പേഷ്യൻസ് ഇൻ എ ബ്രിസ്ക് ബട്ട് കൈൻഡ് മാനർ. അയാൾ എങ്ങനെയാണ് പേഷ്യൻസിനോട് പെരുമാറുന്നത്? ഒരു ബ്രിസ്ക് പക്ഷേ കൈൻഡ് ആയിട്ടുള്ള മാനറിൽ, അതായത് ഒരു കൈൻഡ് ആയിട്ടുള്ള മാനറിലായിരുന്നു പേഷ്യൻസിനോട് അദ്ദേഹം പെരുമാറുന്നത്. ആഫ്റ്റർ ആൻ ഹവേഴ്സ് വെയിറ്റ് ഗ്രാനീസ് ടേൺ കാം. ഒരു മണിക്കൂർ നേരം കാത്തു നിന്നതിന് ശേഷം മുത്തശ്ശിയുടെ അവസരം വന്നു. The doctor took one horrible look at Granny's glasses and dropped them in a waste basket. അദ്ദേഹം ഗ്രാനിയുടെ ഗ്ലാസ്സുകളിലേക്ക് ഒരു ഹൊറിബിൾ ലുക്ക് നോക്കി, ഒരു ഹൊറിബിളായിട്ടൊരു നോട്ടം നോക്കി, അതായത് വളരെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കി. ആൻഡ് ഡ്രോപ്പ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. എന്നിട്ട് അവ എന്ത് ചെയ്തു? ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. ദെൻ ഹി ഫിഷ്ഡ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹിസ് ഡെസ്ക്. എന്താണ് പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ആ ഗ്ലാസ്സുകൾ എടുത്ത് തൻ്റെ ഡെസ്കിന് മുന്നിൽ വെച്ചു. ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓൺ സെക്കൻഡ് തോട്ട്, രണ്ടാമത് ആലോചിച്ചപ്പോൾ തോന്നുകയാണ്
ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഞാനിതൊരു മ്യൂസിയത്തിലേക്ക് അയക്കുന്നതാണ് നല്ലത്. ഈ ഗ്ലാസുകൾ ഞാനൊരു മ്യൂസിയത്തിലേക്ക് അയക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുകയാണ്. അയാൾ ആദ്യം തന്നെ ചിന്തിച്ചപ്പോഴാവും അയാൾ എന്ത് ചെയ്തത്, ആ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇട്ടത് അല്ലേ. അപ്പോൾ എന്താണ്, അത്രയ്ക്കും പഴക്കം ഈ ഗ്ലാസുകൾക്കുണ്ട് എന്നാണ് ഇവിടെ ഡോക്ടർ ഉദ്ദേശിച്ചത്. യു ഷുഡ് ഹാവ് ചേഞ്ച്ഡ് യുവർ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. നിങ്ങളുടെ ഗ്ലാസുകൾ വർഷങ്ങൾക്ക് മുമ്പേ ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു. ചേഞ്ച് ചെയ്യേണ്ട സമയം എന്നോ കഴിഞ്ഞു എന്നാണ് ഡോക്ടർ പറയുന്നത്. ദേ ഹവ് പ്രോബ്ലി ഡൺ മോർ ഹാം ദൻ ഗുഡ്. അത് നല്ലതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ കണ്ണിന് എന്താണ് മോശമാണ് ചെയ്തിരിക്കുന്നത്. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെയ്ഡ്, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് ദേ ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. എന്താണ്, മുത്തശ്ശിയുടെ കണ്ണുകൾ എക്സാമിൻ ചെയ്തിട്ട് പരിശോധിച്ചതിന് ശേഷം എന്താണ് ഡോക്ടർ എന്താണ് പറഞ്ഞത്, യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് ദേ ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. നിങ്ങളുടെ കണ്ണുകൾ വളരെ വീക്കാണ്, പക്ഷെ അവ എന്താണ് ബ്ലൈൻഡ് ആകാൻ പോകുന്നില്ല, കാഴ്ച നഷ്ടപ്പെടാൻ പോകുന്നില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസസ്. ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഒരു സ്ട്രോങ് പെയർ ഓഫ് ഗ്ലാസസ് തരാം. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Gani if she could make them out. എന്നാണ് പിന്നെ അതിനുശേഷം എന്താ ചെയ്തത്, then she placed her in front of a board covered with letters in English and Hindi. എന്നാണ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയിട്ടുള്ള ലെറ്റേഴ്സ് ഉള്ള ഒരു ബോർഡിന് മുന്നിൽ ഗ്രാനിയെ ഇരുത്തി. ലാർജ് ആൻഡ് സ്മാൾ ആൻഡ് ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. അതിൽ വലിയ അക്ഷരങ്ങളും ചെറിയ അക്ഷരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഗ്രാനിയോട് ചോദിച്ചു, നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ എന്ന്. അപ്പോൾ ഗ്രാനി എന്താ മറുപടി പറഞ്ഞത്, ഐ കാണ്ട് ഈവൺ സീ ദ ബോർഡ്. എന്താണ്, എനിക്ക് ആ ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല. വെൽ ക്യാൻ യു സീ മീ. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഗ്രാനിയോട് ഡോക്ടർ ചോദിച്ചു. സം ഓഫ് യു. നിങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ. എന്താണ് പറയുന്നത്, സം ഓഫ് യു. ഐ വാണ്ട് യു ടു സീ ആൾ ഓഫ് മീ. എന്താണ്, നിങ്ങൾ എന്നെ മുഴുവനായിട്ട് കാണണം, നിങ്ങൾ എന്നെ പൂർണ്ണമായിട്ട് കാണണം എന്ന് ഡോക്ടർ പറഞ്ഞു. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ്. എന്നിട്ടോ അദ്ദേഹം എന്താണ് ഗ്രാനിയുടെ മൂക്കിന് മുകളിൽ ഒരു വയർ ഫ്രെയിം ബാലൻസ് ചെയ്തു വെച്ചു. ആൻഡ് ബിഗൺ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. എന്നിട്ടോ പല ലെൻസുകൾ ട്രൈ ചെയ്യാൻ തുടങ്ങി. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. പെട്ടെന്ന് എന്താണ് ഗ്രാനിക്ക് വളരെ നന്നായി കാണാൻ കഴിഞ്ഞു. ഷീ സോ ദ board and the biggest letters on it. She saw the board and the biggest letters on it. എന്നാണ് ഗ്രാനി ആ ബോർഡ് കണ്ടു, അതിലെ വലിയ വലിയ അക്ഷരങ്ങളും കണ്ടു. ക്യാൻ യു സീ മീ നൗ. നിങ്ങൾക്കിപ്പോൾ എന്നെ കാണാൻ കഴിയുന്നുണ്ടോ, ആസ്ക് ഡോക്ടർ ചോദിച്ചു. മോസ്റ്റ് ഓഫ് യു. ഭൂരിഭാഗവും, നിങ്ങളുടെ ഏറെക്കുറെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഗ്രാനി പറഞ്ഞു. നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്, സം ഓഫ് യു. ഇപ്പോഴോ മോസ്റ്റ് ഓഫ് യു. അപ്പോൾ പുതിയ ലെൻസ് വെച്ചതിന് ശേഷം ഗ്രാനിക്ക് കാഴ്ച വളരെയധികം കിട്ടിയിട്ടുണ്ട് അല്ലേ. ആൻഡ് ദെൻ ആഡഡ്. എന്നിട്ടോ അതിന് കൂടെ കൂട്ടിച്ചേർത്തു. എന്താണ് കൂട്ടിച്ചേർത്തത്, ബൈ ദ വേ ഓഫ് ബീങ് ഹെൽപ്ഫുൾ ദർ ഈസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. എന്താണ്, നിങ്ങളുടെ സഹായം കാരണം എനിക്ക് എന്താണ് നിങ്ങൾ കാരണം എന്നാണ് ഒരുപാട് പേരെ ഇനി കാണാൻ കഴിയും. താങ്ക് യു. അപ്പോൾ ഡോക്ടർ എന്താണ് നന്ദി പറഞ്ഞു. ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. ഇപ്പോൾ തിരിഞ്ഞ് എന്നോട് പറയൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സണ്ണിനെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. ഗ്രാനി ടേൺഡ് ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആദ്യമായി മണിയെ ഗ്രാനി എന്താണ് വളരെ ക്ലിയർ ആയിട്ട് കണ്ടു. മണി, ഷി എക്സ്ക്ലെയിംഡ്. മണി എന്ന് വിളിച്ച് അവർ അത്ഭുതപ്പെട്ടു. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. സന്തോഷം കൊണ്ട് രണ്ട് കൈകളും കൂട്ടിയടിച്ചു. ഹൗ നൈസ് യു ലുക്ക്. എന്ത് മനോഹരമാണ് നിന്നെ കാണാൻ. വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബ്രോട്ട് അപ്പ്. ഞാൻ എന്തൊരു നല്ല കുട്ടിയാണ് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ബട്ട് യു നീഡ് എ ഹെയർ കട്ട്. പക്ഷെ നിനക്കൊരു ഹെയർ കട്ട് ആവശ്യമുണ്ട്, നീ ഒന്ന് മുടി വെട്ടണം. ആൻഡ് എ വാഷ്, പിന്നെ ഒരു കുളിയും. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്. പിന്നെ നിൻ്റെ ഷർട്ടിലെ ബട്ടൺസും ഒരു മോശമാണ്. ആൻഡ് എ ന്യൂ പെയർസ് ഓഫ് ഷൂസ്. പിന്നെ എന്താ, നിനക്കൊരു പുതിയ പെയർ ഓഫ് ഷൂസ് വേണം. കം എലോങ് ടു മീ വിത്ത് ബസാർ. വാ, എൻ്റെ കൂടെ ബസാറിലേക്ക് വാ എന്ന് പറഞ്ഞു. അപ്പോൾ മണി എന്താ പറയുന്നത്, ഫസ്റ്റ് ഹാവ് യുവർ ന്യൂ ഗ്ലാസസ് മെയ്ഡ് സൈഡ് മണി ലാഫിങ്. ചിരിച്ചുകൊണ്ട് എന്താ മണി പറയുന്നത്, ആദ്യം നിങ്ങൾ നിങ്ങളുടെ പുതിയ ഗ്ലാസുകൾ എന്താണ് വാങ്ങുക, പുതിയ ഗ്ലാസുകൾ ഉണ്ടാക്കി ധരിക്കുക, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്. എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എ ഡേ ലേറ്റർ ദേ വെർ ഇൻ എ ബസ് അഗൈൻ. ഒരു ദിവസത്തിന് ശേഷം അടുത്ത ദിവസം വരെ എന്താണ് വീണ്ടും ബസ്സിലായിരുന്നു. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. എന്താ ഗ്രാനി വിൻഡോ സീറ്റിലിരുന്നു. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. മണി എന്താണ് ഗ്രാനിയുടെ തൊട്ട് പുറത്തുമായിരുന്നു. ആൻഡ് ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല.
എന്താണ് അവന് പുതിയ ഷൂസ് ഉണ്ടായിരുന്നു, ഗ്രാനിക്കോ ഒരു പുതിയ അംബ്രല്ല ഉണ്ടായിരുന്നു. ദേ ഹാഡ് ആൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. എന്നാണ് അവർ വേറെ എന്താ വാങ്ങിയിരുന്നത്? എ തിക്ക് വൂളൻ ടിബറ്റൻ പുള്ളോവർ, ഒരു കട്ടിയുള്ള കമ്പിളിയുടെ ടിബറ്റൻ പുള്ളോവർ മണിയുടെ അച്ഛന് വേണ്ടി വാങ്ങിയിരുന്നു. ആൻഡ് സീഡ്സ്, ബൾബ്സ് ആൻഡ് കൗബെൽ, പിന്നെ സീഡ്സ് വാങ്ങിയിരുന്നു, ബൾബ്സ് വാങ്ങിയിരുന്നു, പിന്നെ പശുവിന് വേണ്ടി ഒരു ബെല്ലും വാങ്ങിയിരുന്നു. ആസ് ദ ബസ് മൂവ്ഡ് ഓഫ്, ഗ്രാനി ലുക്ക്ഡ് ഈഗേർലി ഔട്ട് ഓഫ് ദ വിൻഡോ. എന്താണ് ബസ് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഗ്രാനി വിൻഡോയുടെ പുറത്തേക്ക് വളരെ കൗതുകത്തോടെ നോക്കി. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. ഒരുപാട് കാലങ്ങളായി കാണാത്ത പല കാര്യങ്ങളും ഗ്രാനിക്ക് കാണാൻ കഴിഞ്ഞു. ഡിസ്റ്റൻറ്റ് വില്ലേജസ്, ദൂരെയുള്ള വില്ലേജുകൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ഫീൽഡ്സ്, എന്താ പാടത്തെ ആളുകൾ പണിയെടുക്കുന്നത്, മിൽക്ക് മെൻ ഓൺ ദ റോഡ്, റോട്ടിലുള്ള പാൽക്കാരൻ, ടു ഡോഗ്സ് റഷിംഗ് അലോങ് ബിസൈഡ് ദ ബസ്, ബസ്സിന് പുറകെ ഓടുന്ന രണ്ട് നായകൾ, മങ്കീസ് ഇൻ ദ ട്രീസ്, മരത്തിലുള്ള കുരങ്ങന്മാർ, ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ആൾ, എല്ലാത്തിനും മനോഹരമായി, എ റെയിൻബോ ഇൻ ദ സ്കൈ, ആകാശത്തൊരു മഴവില്ലും. ഷീ കുഡിൻ സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ് ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. എന്താണ് മുത്തശ്ശിക്ക് തീർച്ചയായും എന്താ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ കഴിയുന്നില്ലായിരുന്നു. ബട്ട് ഷീ വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. പക്ഷേ എന്താ ഇമ്പ്രൂവ്മെൻറ്റ് വളരെ മുത്തശ്ശി ഇമ്പ്രൂവ്മെൻറ്റ് മൂലം വളരെ സന്തോഷവതിയായിരുന്നു. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹെർ എക്സൈറ്റഡ് ചാറ്റർ. എന്താ മണി കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു, മുത്തശ്ശിയൊക്കെ നോക്കി, മുത്തശ്ശിയുടെ സന്തോഷമെല്ലാം നോക്കിയിരുന്നു. പിന്നെ മുത്തശ്ശിയുടെ സന്തോഷം കൊണ്ടുള്ള സംസാരങ്ങളും എക്സൈറ്റഡ് ആയിട്ടുള്ള സംസാരങ്ങളെല്ലാം കേട്ടിരുന്നു. ദെൻ ഹിസ് ഹെഡ് ബിഗൺ ടു നോഡ്. പിന്നെ എന്താണ് അവൻ്റെ തല താഴാൻ തുടങ്ങി, ഇങ്ങനെ ആടാൻ തുടങ്ങി. ഇറ്റ് ഡ്രോപ്ഡ് അഗൈൻസ്റ്റ് ഗ്രാനീസ് ഷോൾഡർ. അത് മുത്തശ്ശിയുടെ ഷോൾഡറിന് നേരെ വീണു. ആൻഡ് റിമൈൻ ദർ കംഫർട്ടബിളി സ്റ്റോപ്ഡ്. എന്നിട്ട് എന്താ അവിടെ തന്നെ നിന്നു, കംഫർട്ടബിളായിട്ട് എന്താണ് സപ്പോർട്ട്, ആ ഗ്രാനിയുടെ ഷോൾഡറിലെ ആ കംഫർട്ടബിൾ സപ്പോർട്ടിൽ അവിടെ അങ്ങ് നിന്നു. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? മണി ഉറങ്ങിപ്പോയി. ദ ബസ് സ്യൂർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിങ് മൗണ്ടൈൻ റോഡ്. എന്താണ്? ദ ബസ് സ്യൂർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിങ് മൗണ്ടൈൻ റോഡ്. എന്താണ്? ആ വളഞ്ഞു പുളഞ്ഞ മലമ്പാതയിലൂടെ ബസ് എന്താ ആടി ഉലഞ്ഞു പോയി. സ്യൂർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിങ് മൗണ്ടൈൻ റോഡ് എന്ന് പറഞ്ഞാൽ എന്താ? മലമ്പാതയിലൂടെ ബസ് ആടി ഉലഞ്ഞു പോവുക. ഓക്കെ. ബട്ട് മണി വാസ് ഫാസ്റ്റ് സ്ലീപ്പ്. പക്ഷേ മണിയോ വളരെ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠം. ഒരു മനോഹരമായിട്ടുള്ള കഥയാണ് അല്ലേ? ഒരു മുത്തശ്ശിയും ചെറുമകനും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും അവരുടെ ഒരു യാത്രയുടെയും എല്ലാം ഒരു കഥ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും അത് കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ നമ്മളുടെ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.